ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 8 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മുടിയിൽ കാണുന്നത്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഉലുവയാണ്. അപ്പോൾ ഈ ഒരു ഉലുവ എത്ര പേർക്ക് സ്യൂട്ട് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഉലുവ അത്രയ്ക്ക് നമ്മുടെ മുടിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിൽ അകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡാൻഡ്രഫിനെ അകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ അകാല നരയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണെങ്കിലും മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ഷൈനിങ് ആക്കി വെക്കാൻ വേണ്ടി സ്കാൽപ്പിലെ ഡർട്ടും കാര്യങ്ങളും ഒക്കെ കളയാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന എന്നാണ് ഉലുവയെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ബെനിഫിറ്റ്സ് ഉലുവയ്ക്കുണ്ട് കേട്ടോ. ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയാം നമ്മുടെ മുടി വളർച്ചയിൽ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉലുവ ചില പേർക്കൊന്നും സ്യൂട്ടാവത്തില്ല കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഉലുവ നമ്മൾ ഡെയിലി അങ്ങോട്ട് യൂസ് ചെയ്യാനും പാടില്ല. കാരണം ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഹീറ്റ് ഇൻക്രീസ് ആകാനായിട്ട് എന്താ പറയുക ഒരു കാരണമാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉലുവ അങ്ങനെ ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേയിൽ ഉലുവയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതായത് നമ്മൾ ഒരു 2 ടീസ്പൂൺ ആണ് ഉലുവ എടുത്തേക്കുന്നത്. ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തേക്കുന്നത്. ഉലുവ എടുത്തിട്ട് തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അത് ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ തലേ ദിവസം നൈറ്റ് വേണം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം ഞാനിപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഞാനിതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ കുളിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഉലുവ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു റെമഡിയും കൂടി പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഫ്ലാക്സ് സീഡ്സ് ആ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ ഉണ്ടാക്കുന്നത് എന്താ ചെയ്യുന്നത് ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പറ്റാത്ത കാരണം ഞാൻ അതിൻ്റെ ഒരു സജഷൻ പറയാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4 സ്പൂൺ അത്യാവശ്യം വലിപ്പത്തിൽ നല്ലൊരു 4 സ്പൂൺ അളവിൽ എന്താ പറയുക നമുക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലോ ഓൺലൈനായിട്ട് അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യം നല്ലൊരു സ്പൂൺ അളവിൽ ഒരു 4 സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് എടുക്കുക. അത് ഒരു കുഞ്ഞൊരു ബൗളിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു 3/4 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തലേദിവസം രാത്രിയിലാണ് ഇത് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ടൊരു പാത്രം വെച്ച് മൂടി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയോ നിങ്ങൾ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ജെല്ല് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡ്. ഈ ഒരു ഉലുവ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ സ്യൂട്ട് ആകത്തില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഉലുവ പോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. മുടി വളരാനും മുടി കൊഴിച്ചിലകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡാൻഡ്രഫിനാണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷനിങ് ഏജൻ്റ് ആണ് ഇത്. ഉലുവ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗുണങ്ങളൊക്കെ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉലുവ എങ്ങനെ സ്യൂട്ട് ആകത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ ഉലുവ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു ഡേ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മുടി കൊഴിച്ചിലിനേക്കാളും കുറച്ച് കൂടിയിട്ട് ഒന്ന് കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉലുവ സ്യൂട്ട് ആകത്തില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അവിടെ നിന്ന് ഒരാളെങ്കിൽ നമുക്ക് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉലുവ നിങ്ങൾക്ക് സ്യൂട്ട് ആകത്തില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഉലുവ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പം അതിന് പകരം ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യാം. ഇനി ഉലുവ സ്യൂട്ടാക്കുന്ന ആൾക്കാർക്ക് ഉലുവ തന്നെ മതിയാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉലുവ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.
അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ പാക്ക് അപ്ലൈ ചെയ്ത് കാണിക്കണില്ല കേട്ടോ. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഉലുവ എനിക്ക് സ്യൂട്ടാകാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉലുവ സ്കാൽപ്പിൽ മുടിയിൽ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ആ ഒരു ഉലുവയുടെ കാര്യം പറയാൻ നേരത്താണ് ഇപ്പോഴാണ് ഞാൻ ആ ഒരു സ്യൂട്ടാകാത്ത ആൾക്കാരുടെ കാര്യം ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എൻ്റെ കയ്യിൽ ആ ഒരു ഫ്ലാക്സ് സീഡ്സോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. എൻ്റെ കറക്റ്റ് ഉണ്ടായിരുന്നതെല്ലാം ആ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാലൻസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു എന്താ പറയുക ഫ്ലാക്സ് സീഡ്സിൻ്റെ പാക്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കാത്തത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഹെയറിലൊന്നും അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഉലുവ വെള്ളം എടുക്കുക. അത് നമുക്ക് ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. മാക്സിമം ഒരു 30 മിനിറ്റൊക്കെ നിൽക്കുക കേട്ടോ. അപ്പം മിനിമം ആണ് ഞാനൊരു 15 മിനിറ്റ് എന്ന് പറഞ്ഞത്. അതിന് ശേഷം നമുക്ക് ഹെയറിൽ വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നാളത്തെ ദിവസം വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് തലേന്ന് നൈറ്റ്, അതായത് ഇന്ന് നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് ഓയിൽ ചെയ്തിട്ട് കിടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഓയിൽ വെറുതെ കുറച്ച് ഓയിൽ എടുക്കുക. നന്നായിട്ട് സ്കാൽപ്പിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയോ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ടോ ആ ഒരു മുടിയുടെ ലെങ്തിലേക്ക് ഓയിലിട്ട് കൊടുത്തിട്ട് കുളിക്കാം. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതിയാകും. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. ഇനി നിങ്ങൾ നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളത്തെ ഡേ നിങ്ങൾ എപ്പോഴാണോ കുളിക്കണത് അതിന് മുൻപായിട്ടോ ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ മുൻപായിട്ടോ ഈ ഒരു ഹെയർ ഓയിൽ എടുക്കുക. സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത്രയും നേരം വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കാര്യങ്ങളാണ് അത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ വീഡിയോ ഉള്ളത്. അപ്പോൾ അടുത്ത ദിവസം, അതായത് ഇത്ര പണിയാ 10ാമത്തെ ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ.